കേരളം ബിൽ പാസാക്കി രാജ്യസഭയും കേരളത്തിൽ നിന്നുള്ള എംപിമാർ ചർച്ചയിൽ പങ്കെടുത്തതുകൊണ്ട് മലയാളത്തിലാണ് സംസാരിച്ചത്. കേരളത്തോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന വിവേചനം ഇടത് എംപിമാരുൾപ്പെടെ ചൂണ്ടിക്കാട്ടി. മാപ്പെഴുതി നൽകിയ സവർക്കറുടെ ചരിത്രമല്ല കേരളത്തിലെ സ്വതന്ത്ര സമര പോരാളികളുടേതെന്ന് കാസർഗോഡ് അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത വിഷയം ഉന്നയിച്ച സദാനന്ദൻ എംപിക്ക് എ റഹീം എംപി മറുപടി നൽകി. കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ചർച്ച കൂടാതെയാണ് കേരളം ബിൽ പാസാക്കിയതെങ്കിൽ രാജ്യസഭയിൽ ചർച്ച ചെയ്താണ് ബിൽ പാസാക്കിയത്. ചർച്ചയിൽ പങ്കെടുത്ത കേരളത്തിൽ നിന്നുള്ള എംപിമാർ മലയാളത്തിലാണ് സംസാരിച്ചത്. ജാതിക്കും ജന്മിത്വത്തിനും നാടുവാഴിക്കുമെതിരെ നടത്തിയ പോരാട്ടത്തിന്റെ ഉൽപ്പന്നമാണ് കേരളമെന്ന് CPIM രാജ്യസഭാംഗം B. ശിവദാസൻ MP പറഞ്ഞു. കേരളത്തിന്റെ പുരോഗമനത്തിന് അടിത്തറപ്പാക്കിയത് EMS സർക്കാരാണ്. ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും മികച്ച നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞെന്നും എല്ലാ സംസ്ഥാനങ്ങളെയും ചേർത്ത് പിടിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും B. ശിവദാസൻ MP ആവശ്യപ്പെട്ടു. വയനാട് ദുരന്തമുണ്ടായപ്പോൾ ഫോട്ടോ എടുത്തു പോയിട്ട് സഹായിക്കാതെ ഇരുന്നവരെയും ഓർമ്മിക്കുന്നുവെന്നും B. ശിവദാസൻ MP വിമർശിച്ചു. വയനാട്ടിൽ അതിഭീകര ദുരിതമുണ്ടായപ്പോ ഫോട്ടോ എടുത്ത് അവരെ കേരളത്തെ സഹായിക്കാതിരുന്ന ആളുകളെ ഞങ്ങൾ ഓർമ്മിക്കുന്നു. അവരോട് ഞങ്ങൾ പറയുന്നു, കേരളത്തെ ചേർത്ത് പിടിക്കാൻ നിങ്ങൾ പഠിക്കണം. ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, കേരളം ആർജിച്ച വിദ്യാഭ്യാസ നേട്ടങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ശ്രമിച്ച, കേരളത്തെ ഞെരിച്ചു കൊല്ലാൻ ശ്രമിച്ചവരോട് ഞങ്ങൾ പറയുന്നു, സംസ്ഥാനങ്ങളെ സ്നേഹിക്കാൻ, ചേർത്ത് പിടിക്കാൻ നിങ്ങൾ പഠിക്കണമെന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതേസമയം ചർച്ചയ്ക്കിടെ കേരളത്തിൽ സവർക്കറെ കുറിച്ച് ചോദ്യം ചോദിച്ച അധ്യാപകനെ സസ്പെൻഡ് ചെയ്തത് നോമിനേറ്റഡ് അംഗമായ സദാനന്ദൻ ഉന്നയിച്ചത് പ്രതിപക്ഷ എംപിമാർ ഒന്നടങ്കം എതിർത്തു. ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ മാപ്പെഴുതി നൽകിയ ചരിത്രമല്ല കേരളത്തിലെ സ്വാതന്ത്ര്യ സമര പോരാളികൾക്ക് ഉണ്ടായിരുന്നതെന്ന് എ റഹീം MP രൂക്ഷഭാഷയിൽ തിരിച്ചടിച്ചു. കുറിച്യർ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതി. കുറിച്യർ അവരുടെ മുമ്പിൽ തോറ്റു പിന്മാറിയില്ല. മാപ്പെഴുതി കൊടുത്തില്ല സാർ. അവർ എവിടെയും പിന്മാറിയില്ല. അവർ ആരുടെയും ചെരുപ്പ് നക്കിയില്ല. കുറിച്യരും കുഞ്ഞാലിമരക്കാരും വക്കം അബ്ദുൽ ഖാദറും അനന്തൻ നായരും അങ്ങനെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ബലിത്തറയിൽ മലയാളികൾ തീർത്തത് ധീരതയുടെ പോരാട്ടത്തിന്റെ ചരിത്രമാണ് സാർ. ലോക്സഭയും രാജ്യസഭയും പാസാക്കിയ ബിൽ രാഷ്ട്രപതി കൂടി ഒപ്പിടുന്നതോടെ കേരളത്തിന്റെ പേര് ഔദ്യോഗികമായി കേരളം എന്നാകും. കൈരളി ന്യൂസ്, ദില്ലി.